അമ്മ 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 പോലെ പോലെ പ്ലീസ് ഇത് വെച്ചേ. അമ്മ എന്തിനു പോണത്? അമ്മേനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല ആരും. എനിക്ക് വയസ്സാം കാലത്ത് എനിക്ക് ഇത്തിരി മനസ്സമാധാനം വേണം. അത് ഇവിടെ കിട്ടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പോണത്. എനിക്കുണ്ടൊരു കൂര. എന്നാ നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അയ്യോ, എനിക്ക് അപ്പുറത്തും വേണ്ട ഇപ്പുറത്തും വേണ്ട, ഞാൻ പൊക്കോളാം. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന അമ്മേ? പൊന്നെ, നിങ്ങളാരും ഒന്നും ചെയ്തില്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതിന്റെ പേരിലൊരു പ്രശ്നവും നടന്നു. അത് ഇവിടെ അവസാനിച്ചെന്നാ ഞാൻ കരുതിയത്. അല്ല, അതിങ്ങനെ ചൊറിഞ്ഞു പുണ്ണാക്കിക്കൊണ്ടിരുന്ന ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അതമ്മ ചോദിച്ചു നോക്ക്. ഇവളാണ് പഴയ പ്രശ്നം പിന്നെയും കുത്തിപ്പൊക്കുന്നത്. അതമ്മയ്ക്ക് മനസ്സിലായല്ലോ ഇപ്പൊ. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. മനസ്സ് കുത്തി നോവിച്ചിട്ട് അതെല്ലാം മറക്കണോന്ന് പറയാൻ എളുപ്പമാണോ? അതെ, മനസ്സ് കുത്തി നോവിച്ചെങ്കിൽ അതിന് കാരണം ഉണ്ട്. എന്ത് കാരണം പറ ചേച്ചി. താഴെ വീണ് കിടക്കണം ഞാൻ നോക്കിക്കണോ? അതിന് ഞാൻ കണ്ട അമ്മ വീഴുന്നത് കണ്ടില്ലല്ലോ. അത് നീ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. എത്ര പ്രാവശ്യം പറഞ്ഞ ചേച്ചിയോട്? ചേച്ചി കേൾക്കാത്തത്? നിന്റെ ചെവി എന്താ പൊട്ടിയിരിക്കും? ആ ചെവി പൊട്ടിയിരിക്കുക. നിങ്ങളൊന്നും നിർത്തി. കനക വന്നിട്ട് പോകാന്നാ കരുതിയത്. ഇത് നടക്കുമെന്ന് തോന്നില്ല. ഞാൻ പോവുക. അമ്മ പോവല്ലേ അമ്മ, ഏട്ടൻ വന്നിട്ട് പോവാന്ന്. ഞാൻ പറയണ കേക്ക്. ഇതിന് ഒറ്റ ഒരു ഉത്തരവാദി നീയാ. എന്ത്? കനക വരട്ടെ, ഇതിന്റെ മറുപടി ഞാൻ പറയിപ്പിച്ചോളാം. അയ്യോ ചേച്ചി ഇച്ചിരി വലുതൊക്കെ പറയുന്ന ആളാണല്ലോ ചേച്ചി, ശരിക്കും പറയുന്നത്. അയ്യോ അതെ, അങ്ങനത്തെ സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നീ പണ്ടേ നിന്റെ വീട്ടിൽ പോയി നിന്നെ കൊടങ്ങാവിളയില്. അയ്യടാ, മനസ്സിലിരിപ്പോളല്ല അമ്മ. ചേച്ചി എന്തൊരു വിഷമാണെന്ന് നോക്കിയാ. അതെ ആണാ? ചേച്ചി എന്നെ ഓടിക്കൂടുന്നു. പൊന്ന പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് നിർത്തി. അയലൊക്കത്തെ ആളുകളില്ലേ? അല്ല, ഇവിടുത്തെ ആണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഞാൻ എന്റെ വീട്ടിൽ പോണ. എടാ, നിന്റെ ഭാര്യയും പെങ്ങളും കൂടെ എനിക്ക് ഇവിടെ സ്വൈര്യത തരുന്നില്ല. എന്നും വഴക്ക. ഞാൻ അതുകൊണ്ട് എന്റെ പാട്ടിന് എവിടെയെങ്കിലും ഇറങ്ങി പോവുക. ഞാനൊന്നും ചെയ്തിട്ടില്ല ഏട്ടാ, ഈ ചേച്ചിയാണ്. പ്ലീറ്റോന്റെ ഷർട്ട് കഴുകി തരാന്ന് പറഞ്ഞു ഇവളെടുത്തോണ്ട് പോയി. എന്നിട്ട് കഴുകിയില്ല മനഃപൂർവ്വം. അപ്പൊ ഞാൻ ചോദിച്ചു. എന്റെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരിക്കുക ചേച്ചി. രണ്ടും കണക്കേ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ മര്യാദക്കാരനാ? നീ ഒരു മെമ്പറല്ലേ? പഴയവലാണാ? ഓരോ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോഴേ അതിന്റെ വില കൽപ്പിക്കണം നമ്മള്. അല്ല, പഴയ കണക്ക് അടുക്കളയായിരുന്നു അടി ഉണ്ടാക്കേണ്ട ആളല്ലേ നീ. എന്തുവാടി, എത്ര നാളായി തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണല്ലോ. ഇവിടെ നിന്ന് പോകുമ്പോൾ ചിരിച്ച് കളിച്ചിരിക്കും, തിരിച്ചു വരുമ്പോൾ രണ്ട് വശത്ത് ഇതൊന്നും തുടങ്ങിയല്ലോ നിങ്ങള്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്തിന്റെങ്കിലും പേരിൽ ഇന്നാളും എന്താണ് വാഷിംഗ് മെഷീന്റെ പ്രശ്നം ആടി തുടങ്ങി. വാഷിംഗ് മെഷീൻ പഠിച്ചു വെച്ചു. ഓരോരോ ദിവസങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചോളണം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഇല്ലാത്ത കേസുണ്ടെങ്കിൽ രണ്ടിനെ പിടിച്ച് അകത്തിരി ഞാൻ ബന്ധം നോക്കൂലേ? ഉള്ള ആരും അറിയല്ലേ? അങ്ങനെ ഓട്ടോടേണ്ട കാര്യം എന്താണ്? കയറമ്മ, അമ്മ വാ. ഇത് അമ്മയുടെ വീടാണ്. അമ്മ കയറുവാ. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഇറങ്ങി പോകാറില്ല. അമ്മ കയറി ചോറെടുത്തടി. എന്നെ കൂടെ പണിയൊന്നുമില്ലേ? ഓ